മൗലവി ഗ്രൂപ്പിന്റെ പൊളിഞ്ഞ തൗഹീദിനെക്കുറിച്ച് മുജാഹിദ് വിഭാഗത്തിന്റെ ഹദീസ് പണ്ഡിതനും ഇപ്പോൾ മടവൂർ ഗ്രൂപ്പുകാരനുമായ സലാം സുല്ലമി. മനുഷ്യനെ വഴികേടിലാക്കുന്നവരെ ശൈത്താന്മാരെ ഞാൻ മനുഷ്യന് അവരുടെ സഹായം കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജിന്ന് പൂജ നടത്തിയാലും ജിന്നിനെ വെച്ച് തേടിയാലും ഒന്നും തന്നെ ചെയ്തു തരാൻ സാധ്യമല്ല. ജലാലേനി വരെ കൊടുക്കുന്ന അർത്ഥം മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന ഒരു സഹായിയാക്കിയിട്ട് ജിന്നിനെ വെച്ചിട്ടില്ല. ഇന്ന് എത്രത്തോളം എന്നറിയാം, എൻ്റെ അടുത്ത് പുസ്തകമുണ്ട്. അമേരിക്കയിൽ ജിന്നിനെ ശൈത്താനെ ആരാധിക്കുന്ന വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 2 പുസ്തകമുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ കൊണ്ടുവരാന്ന് പറയാം, വേണമെങ്കിൽ കൊണ്ടുവരാം. അമേരിക്കയിൽ വലിയൊരു പാർട്ടിയാണ് ശൈത്താൻ ആരാധിക്കുക. ഓരോ വാദം എന്തായാലുണ്ടോ? പടച്ചോനെ വിളിച്ച് തേടിയാലും ഉപകാരം കിട്ടണമെങ്കിൽ കുറെ നിബന്ധനയുണ്ട്. ഒന്ന്, നമ്മുടെ വസ്ത്രം ശുദ്ധമായിരിക്കണം, ഹറാമാകരുത്. ഭക്ഷണം ഹറാമാകരുത്. ആ ഹദീസൊക്കെ അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് പുസ്തകം. ഇന്ന് വലിയൊരു പ്രസ്ഥാനമാണ് അമേരിക്കയിൽ വാസിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നത്. കാരണം പിശാചിനെന്ത് തോന്നിയാസിന് എഴുതാൻ മതി, നിങ്ങൾക്ക് നരബലിയൊക്കെ നടത്തുന്ന. അപ്പൊ തമ്മാടിത്തരം തമ്മാടികൾക്ക് ആരോ അദൃശ്യ മാർഗത്തിലൂടെ സഹായിക്കുക പിശാചാണ്. ദൈവം അദൃശ്യ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കണമെങ്കിൽ എന്ത് വേണം? ബന്ധങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ഈ സെലഫികൾ, ഗൾഫ് സെലഫി, ഈ യഥാർത്ഥ ഒറിജിനൽ ആളുകളുണ്ടല്ലോ, നമ്മളൊക്കെ വ്യതിയാനം സംഭവിച്ചവരാണല്ലോ. വ്യതിയാനം സംഭവിക്കാത്ത ആ ഓഡിയോ കേട്ട് നോക്കൂ സുഹൃത്തുക്കളെ. ഈ KK സക്കരിയ പ്രസംഗിക്കുക, പിശാചിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ അദൃശ്യ മാർഗത്തിലൂടെ ഉപകാരം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ എവിടെയൊക്കെ നമ്മൾ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് എവിടെ സുഹൃത്തുക്കളെ? ചൂടുവെള്ളമൊഴിക്കുമ്പോഴും ഡെസ്ക് നീക്കുമ്പോഴും തേങ്ങയിടുമ്പോഴുമൊക്കെ മുജാഹിദുകൾ ഇപ്പോൾ ജിന്നിനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചു, ഇപ്പൊ അയാൾ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോ ആ ഡെസ്ക് നല്ലിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഇപ്പൊ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ. ഞാനിപ്പോ ഈ ഡെസ്ക് അങ്ങ് നീക്കിയിട്ട് അവനവിടെ കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ചോദിച്ചാൽ എന്തിനാ എൻ്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്ന സ്ത്രീ കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പറയുന്നുണ്ട്, അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക. ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പോൾ ഇവർ നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്ത് ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ. സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാർക്കൂസിനകത്ത്. അതിന് മേത്ത മൂത്രമൊഴിച്ചത്, പിന്നെ ജിന്ന് പ്രതികരിക്കായിരിക്കും. അപ്പോൾ എന്താണ് അല്ലാഹുവിനെ ആദരിക്കൽ ഖുബ്സ് വൽ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കാൻ നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു. ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അഭയം തേടണമെന്ന്. പക്ഷെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്കും അതിന്റെ അർത്ഥം കിട്ടൂല. ഇപ്പൊ കാരണം എന്താ? അശുദ്ധിയിൽ നിന്നും വൃത്തിഹീനയിൽ നിന്നും അഭയം തേടണമെന്നൊക്കെ ഇപ്പോഴത്തെ പുസ്തകങ്ങളുള്ളത്. ജിന്നുകളെ വയസ്സ് ചിലപ്പോൾ 100 ആവാം, 200 ആവാം, 1000 ആവാം. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനമൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാൻ്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമെടുക്കാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. കാരണം അത്രയും ആയുസ്സുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് അത്തരം വിഷയങ്ങൾ പറയും വിശദീകരിക്കാം. ഇതൊന്നും ഉമ്മാമ്മമാര് പറയുന്ന അന്ധവിശ്വാസമല്ല, അള്ളാഹുവിന്റെ റസൂൽ വഹി അനുസരിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് ഞങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതിനെ പുച്ഛത്തോടു കൂടി തള്ളുന്ന ആൾക്കാരുണ്ട്. ജിന്നുകളിൽ വലിയ ഒരു പങ്ക് നമ്മുടെ മിത്രങ്ങളാണ്, നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ്, എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാളിയായിട്ടുണ്ടാകുന്നവരുമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ചിന്തിക്കുകയും തിന്മയുടെ സാഹചര്യം വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുകയും തിന്മകളിൽ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും നമ്മുടെ കാലുകളെ അവിടെ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടുകൂടിയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് സംഭവിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ജിന്നുകൾ മനുഷ്യരുമായി യഥേഷ്ടം ഇടപഴകിക്കൊണ്ടാണുള്ളത് എന്നാൽ സന്മാർഗം കാണിക്കലും നന്മയിലേക്ക് വഴി നടത്തലും അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ വിശേഷണമാണ്. അത് മറ്റുള്ളവർക്ക് ചാർത്തൽ ശിർക്കാണ് എന്ന് പ്രസംഗിച്ചവരാണ് ഈ പറയുന്നതെന്ന് ഓർക്കുക.